അപ്പോൾ വെൽക്കം ടു ദ പുതിയ എപ്പിസോഡ് ഓഫ് ആന്ധ്രാപ്രദേശ് ട്രിപ്പ്. അപ്പോൾ നമ്മൾ ട്രെയിൻ കയറി താടിപ്പത്രി സ്റ്റേഷനിലെത്തി. അപ്പോൾ താടിപ്പത്രി സ്റ്റേഷനിൽ നിന്ന് ഒരു ഷെയർ ഓട്ടോ പിടിച്ച് പെർ ഹെഡ് 30 രൂപയ്ക്ക് നമ്മൾ താടിപ്പത്രി ബസ് സ്റ്റാൻഡിലേക്ക് പോകണം. അവിടെ നിന്നാണ് നമുക്ക് അടുത്ത ബസ് പിടിക്കാനുള്ളത്. രണ്ടും ഓട്ടോയുടെ ബാക്ക് സൈഡിൽ കയറി, എന്നിട്ട് റോഡിലേക്ക് ഇടലും വ്യൂ ഒക്കെ അടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ രണ്ട് അണ്ണന്മാരുടെ ഇടയ്ക്ക് സാൻഡ്വിച്ച് ആയിട്ടിരിക്കുന്നു. സെറ്റ് യാത്ര തന്നെ. ഇതാണ് നമ്മുടെ ഷെയർ ടാക്സിയുടെ ഒരു ഗുണം. ഇവിടെ മിക്ക ഓട്ടോകളും ഇങ്ങനെ തന്നെ, ആൾക്കാരെ മൊത്തം കുത്തി നിറച്ചാണ് ഇവിടെ ഓരോ ഓട്ടോ സവാരിയും. അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഭംഗി. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് കുറച്ച് പൈസ പോകത്തുള്ളൂ. ഇപ്പോൾ എനിക്കിപ്പോൾ 30 രൂപ ആവുന്നുള്ളൂ, പക്ഷേ ഓട്ടോക്കാരന് കറക്റ്റ് 8 പേരെ 30 വെച്ച് 250 വെച്ച് കിട്ടും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സ്കീം. നമുക്ക് ഏകദേശം 4.8 കിലോമീറ്റർ, അതായത് 5 കിലോമീറ്ററോളം ഉണ്ട് നമ്മുടെ താടിപ്പത്രി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് താടിപ്പത്രി ബസ് സ്റ്റാൻഡിലേക്ക്. അതിനാകെ 30 രൂപ ആകുന്നുള്ളൂ. തികച്ചും ലാഭകരമായിട്ടൊരു ബിസിനസ് തന്നെ. അങ്ങനെ ആന്ധ്രയിലെ കടപ്പ ജില്ലയിലുള്ള താടിപ്പത്രിയിലെ ഓരോ കാഴ്ചകൾ, ഗ്രാമീണവും അതുപോലെ തന്നെ ടൗണുമായിട്ടുള്ള മിക്സായിട്ടുള്ളൊരു കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഓട്ടോയിൽ യാത്ര ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവസാനം നമ്മൾ താടിപ്പത്രി ബസ് സ്റ്റാൻഡിലെത്തി. ഈ കാണുന്നതാണ് താടിപ്പത്രി ബസ് സ്റ്റേഷൻ. ഇവിടുന്ന് വേണം നമുക്ക് ബേലം കേവ്സിലേക്കുള്ള വണ്ടി പിടിക്കാൻ. ബങ്കനപ്പള്ളി എന്നാണ് ബസ് റൂട്ടിൻ്റെ പേര്. ഇവിടെ പിന്നെ കൗതുകമായിട്ട് കണ്ടത് ഈ വെയിറ്റ് ചെക്ക് ചെയ്യുന്ന മെഷീനാണ് കേട്ടോ. നമ്മൾ ഒരുപാട് തൊട്ടിട്ട് കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കിട്ടും. അങ്ങനെ ഏതൊക്കെയോ അണ്ണന്മാരോടും കണ്ടക്ടർമാരുടെ ഒക്കെ ചോദിച്ച് നമ്മൾ ബങ്കനപ്പള്ളി വണ്ടി കണ്ടെത്തി. അപ്പം ഈ വണ്ടി കയറി കഴിഞ്ഞാൽ നമുക്ക് ബേലം കേവ്സ് എത്താം. ടിക്കറ്റ് എടുത്തു. ടോട്ടൽ 120 രൂപയായി. അതായത് ഒരാൾക്ക് 30 രൂപ വെച്ച്. കറക്റ്റ് 30 കിലോമീറ്ററാണ് ഇവിടുന്ന് ബേലം കേവ്സിലേക്കുള്ളത്. അതായത് 1 കിലോമീറ്റർ പോകാൻ കൃത്യം 1 രൂപ.